Angels we have heard on high, sweetly singing o'er the plains and the mountains in reply, echoing their joyous strains. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ക്രിസ്മസ് കുർബാനയ്ക്ക് പോവാണ്. ഇന്ന് 9 മണിക്ക് കുർബാന. അപ്പോൾ 8:30 കഴിഞ്ഞു, 8:30 അല്ല 8:45 ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലേറ്റായി, ഞങ്ങൾ വേഗത്തിൽ ഇറങ്ങണം. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മളിന്ന് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഗിഫ്റ്റുകളെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും, നമുക്കുള്ളത് അവർ തരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ ഇറങ്ങണം. ഇനി ഒട്ടും ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എന്ന് എത്താമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. കാരണം ഞങ്ങൾ നാളെ രാവിലെ തന്നെ പള്ളിക്ക് ടൂറിന് പോകണം. 2 ദിവസം ടൂറിന് പോകണം. അപ്പോൾ പോയി വന്നിട്ടൊക്കെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇറങ്ങട്ടെ ഞങ്ങൾ പോകുന്ന സമയമൊക്കെ ആയിരിക്കും ഒരുവിധം മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഈ ഡിസംബർ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഡിസംബർ എൻഡിൽ തന്നെ തണുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ചില വർഷങ്ങളിലൊക്കെ ജനുവരിയിലേക്ക് കടക്കുമ്പോഴേക്ക് തുടങ്ങാറ്. പക്ഷേ ഈ വർഷം ഡിസംബറിൽ തന്നെ തണുപ്പൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ഫ്രണ്ട് സൈഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല രസമില്ലേ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം. പിന്നെ ഉള്ളിലായാലും നല്ലപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും അതുപോലെ കുട്ടികളും അവരൊക്കെ കൂടെ ചേർന്നാണ് കേട്ടോ. ബ്രദേഴ്സും സിസ്റ്റേഴ്സും അച്ഛന്മാരും അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇതാ പള്ളിയുടെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെയായിട്ട് ചെറിയൊരു ക്രിബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പള്ളിയുടെ ഉൾവശം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുർബാന തുടങ്ങേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് മോളിലത്തെ പാരിഷ് ഹാളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളെല്ലാവരെയും ക്രിസ്മസ് വിഷ് ചെയ്യുന്നതും അതുപോലെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും അവരവരുടെ ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് പാരിഷ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴേക്കും ഫാദേഴ്സ് എല്ലാവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി എല്ലാവരെയും ക്രിസ്മസ് പാട്ടൊക്കെ പാടി വിഷ് ചെയ്യാൻ പോവാണ്. So you will cut the cake, Christmas cake, and you request all the children to come forward and all the fathers. So before we start today's program, I would like to give some prizes to the children and the family who are coming to the church regularly the whole year. In winter and summer, they are coming to the church. So I request Reverend Father John to give the prizes to the people who are coming to the church every day. Gentlemen, sir, meditation.
Nia. Anjali. Nigita also got, but she is absent. She has gone home. ഇത് ഞങ്ങളുടെ സ്കൂൾ ചാപ്പലിൽ മുടങ്ങാതെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നവർക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതാട്ടോ. അപ്പോൾ ഇത്രയും പേർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഒരാളും കൂടി ഉണ്ട് വരാനായിട്ട്. അപ്പോൾ ആളെയും അച്ഛൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം. Now we will exchange the gifts. First the catechism children. Each one can come and reveal their Christmas friend. Then they will come. Then that person will reveal this. That way we shall go. Any mom, you come with your gift. Okay. They will. Father John. Jensen. Written no name is written. Sumit sir. Brother Abhishek. Brother come. Brother. Sachin sir, Sachin. Father Sebastian. Susan Ria. इधर रखो, इधर रखो. Anashwara teacher.
Nia. Charles Thompson. Anjali. Father Bino. Ashna. Jayasal Brother Robin. Brother Robin. Angelina. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് എത്തി. കുർബാനയും കേക്ക് കട്ടിങ്ങും പിന്നെ ഗിഫ്റ്റ് കൊടുക്കൽ വാങ്ങൽ എല്ലാം കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. ഇന്ന് കുർബാന ഞങ്ങൾക്ക് 24-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു. അപ്പോൾ കുർബാന കഴിഞ്ഞ് അതാ 11:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ 12 മണിയായിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഞങ്ങളുടെ 3 പേരും ഞങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുത്തു. അതുപോലെ ഞങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ 3 പേരുടെ ഗിഫ്റ്റ് കൂടാതെ ഇത് അഞ്ജുവിന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ഞങ്ങളുടെ പ്രിൻസിപ്പാളച്ചൻ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. എന്നും രാവിലെ കുർബാനയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലുള്ള കുട്ടികളെല്ലാവരും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അച്ഛൻ്റെ വക ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അഞ്ജുവിന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്. അപ്പോൾ അഞ്ജുവിൻ്റെ ഗിഫ്റ്റൊക്കെ അഞ്ജു അൺബോക്സ് ചെയ്യും. എൻ്റെ ഗിഫ്റ്റും ചേട്ടൻ്റെ ഗിഫ്റ്റും ഞാൻ അൺബോക്സ് ചെയ്യാം. ചേട്ടനെ വീഡിയോ എടുക്കണം അല്ലേ? ഓക്കെ, എന്നാൽ അഞ്ജുവിൻ്റെ ഗിഫ്റ്റ് ആദ്യം അഞ്ജു അൺബോക്സ് ചെയ്യും. നോക്കട്ടെ അഞ്ജുവിന് എന്താ കിട്ടിയത്. ആകാംക്ഷയിലിരിക്കണേ എന്തായിരിക്കും ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ. എന്താ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇതോ കിലുങ്ങുന്നുണ്ട്. ആരായിരുന്നു അഞ്ജുവിൻ്റെ ഫ്രണ്ട്? ഇതാരും വന്ന് ഞങ്ങളുടെ തൊട്ട് ഈ സൈഡിലുള്ള വീട്ടിലത്തെ ടീച്ചർ. എന്താ എൻ്റെ അമ്മോ അടിപൊളി. ഓ എനിക്ക് വയ്യ. നല്ല അടിപൊളി പേഴ്സ്, സൂപ്പർ കേട്ടോ. കളറും അടിപൊളിയെല്ലാം തുറന്നു നോക്കി. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും കണ്ടൊക്കെ ഉണ്ടല്ലോ. എന്താ റിങ്, ബാഗിൻ്റെ ഹാങ് ചെയ്യാനുള്ള ചെയിൻ കേട്ടോ. ഇത് വാനിറ്റി പേഴ്സ് പോലെ തോളിക്കോടിടാം. ഇത് റിങ്, ഇയറിംഗ് ആണ്. ഇയറിംഗ് റിങ് അല്ല അത് ചെവിയിലേക്ക് അടിപൊളി. കാതുമേലേക്ക് ഇടാനുള്ള ഇയറിംഗ്, കല്ല് വെച്ച കമ്മല്. സൂപ്പർ. താങ്ക് യു സോണി ആന്റി. നല്ല ഗിഫ്റ്റ്, അടിപൊളി, സൂപ്പർ. ഇഷ്ടമായോ? ഇനി അച്ഛൻ്റെ ഗിഫ്റ്റും ഒന്ന് പൊട്ടിച്ചോ. അച്ഛൻ്റെ ഗിഫ്റ്റും ഞാൻ എടുത്തു വയ്ക്കത്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റുകളുടെ ഒരു മേളാണ്. കൊടുക്കൽ വാങ്ങലായിട്ട്. ഇത് എന്തോ 2 ജോഡി ഡ്രസ് ഉണ്ട്. ഒരെണ്ണം ജാക്കറ്റ് കാണുമ്പോൾ അറിയാം, ഒരെണ്ണം ടോപ്പ്. ഒരു ടോപ്പ് സ്വെറ്റർ ജാക്കറ്റ്, സ്വെറ്റർ പോലത്തെ ജാക്കറ്റ്, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ജാക്കറ്റ്. പിന്നെ ഇതും അതെ, ഇത് നല്ല അടിപൊളി ജാക്കറ്റ്. നമുക്ക് രണ്ടുപേർക്ക് മാറ്റി പറിച്ചുവിടാം അല്ലേ? അഞ്ചിന് കിട്ടുന്ന ജാക്കറ്റുകളൊക്കെ അങ്ങനെ, അഞ്ചിന് കിട്ടുന്ന ജാക്കറ്റുകൾ നല്ല, അഞ്ചിന്റെ എൻ്റെ ഒക്കെ അപ്പൊ അച്ഛന് എന്റെ വെരി ബിഗ് താങ്ക്സ്. താങ്ക് യു അച്ഛാ. താങ്ക് യു ഫാദർ. പിന്നെ ഇത് നീക്കി വെക്കും. ഇനി ഞങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കും. ഞങ്ങളുടെ നീ പൊട്ടിക്കുന്നുണ്ടോ?
പൊട്ടിക്കാം. ഒന്ന് പൊട്ടിക്കാം. ഇത് മമ്മിയുടെ അല്ലേ? ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാട്ടോ. എൻ്റെ ഫ്രണ്ട് ഒരു ബ്രദറായിരുന്നു, സെമിനാരിൽ നിന്നുള്ളൊരു ബ്രദർ എന്താ തന്നേക്കണേ നോക്കട്ടെ. കാണാനുള്ള ആകാംക്ഷയാണ്, അറിയാനുള്ള ആകാംക്ഷ. ഫാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാവും. ഡിഫറെൻറ്റ് സ്റ്റൈൽ വെറൈറ്റി ഫാനാണ്. എന്താണ് ഫോട്ടോ കൊടുത്തേക്കുന്നത് കേട്ടോ, നെർലോണിൻ്റെ. ഈ ഉള്ളിൽ അത് തന്നെയാണോ നമുക്ക് അറിഞ്ഞൂടായിരിക്കും കേട്ടോ. അപ്പോൾ ബ്രദറിന് താങ്ക് യു ബ്രദർ. ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാൻ, നോൺ സ്റ്റിക്കിൻ്റെ, നെർലോൺ. അടിപൊളി. അപ്പോൾ ഈ ഗിഫ്റ്റ് നീക്കി വയ്ക്കൂ. ഇനി അടുത്ത ഗിഫ്റ്റ് ഇന്ന് ഇതും കൂടെ തുറന്നു അഞ്ചു. ഇത് പപ്പയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ? ചേട്ടന് ഞങ്ങളുടെ ഇവിടെയുള്ള ആര്യ ടീച്ചർ കൊടുത്ത ഗിഫ്റ്റാണ്. ആര്യ ടീച്ചർക്ക് കിട്ടിയത് ചേട്ടൻ്റെ പേര്. 3 പീസ് സെറ്റ് നമ്മൾ കൊടുത്ത പോലെ തന്നെ നമുക്കും. ഞങ്ങൾ 2 ടീച്ചേഴ്സിന് കൊടുത്തായിരുന്നു ഈ 3 കാസറോളായിട്ടുള്ള സെറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത്. പിന്നെ ഓൾറെഡി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് 2 സെറ്റ് വാങ്ങി. പിന്നെ ഇനി എനിക്കും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഓടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നതാണ്. അപ്പോൾ അതെന്തായാലും ദൈവം കണ്ട് കരുതി കറക്റ്റ് വന്നേക്കുന്ന 3 സെറ്റ്. തുറക്കൂ ടൈറ്റ് ആയിരുന്നു. അത് വേറെ കളർ കേട്ടോ. നമ്മൾ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ബ്ലൂ ആയിരുന്നു. ബ്ലൂ. ഇത് നല്ല ക്രീം കളർ, ക്രീമെന്ന് തോന്നുന്നു. തുറന്ന് കാണാം നമുക്ക്. അടിപൊളി. അപ്പോൾ ആര്യ ടീച്ചർക്ക് താങ്ക് യു. ഞങ്ങളുടെ മനസ്സ് കണ്ട് കറക്റ്റ് അതേപോലെ തന്നെ കിട്ടിയത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 കാസറോൾ. സൂപ്പർ. നല്ല ഗിഫ്റ്റായി ടീച്ചറെ. അപ്പോൾ ആര്യ ടീച്ചർക്ക് താങ്ക് യു ആര്യ ടീച്ചർ. നമ്മളും ആ കൂടെ മേടിച്ചായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. അതെ, വാങ്ങാതെ ഇരുന്ന് ഭാഗ്യമായി. ഞാൻ പിന്നെ ഓൾറെഡി 2 സെറ്റ് വാങ്ങിച്ചല്ലോ എന്ന് വിചാരിച്ചു പിന്നെ വാങ്ങിപ്പിക്കാതിരുന്നതാണ്. അടിപൊളി. സൂപ്പറാട്ടോ, നന്നായി, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി ഇപ്പോൾ സമയം നോക്കി നിങ്ങൾ 12:15 ഇനി കിടന്നുറങ്ങേണ്ട സമയം അതിക്രമിച്ച് നിൽക്കുന്നു. ബൈ ദ വേ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നെ നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് പോകേണ്ടതാണ്. പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ എടുത്ത് വേഗം വെച്ചിട്ട് വേണം. ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഒത്തിരി പാക്കിംഗ് ഒന്നുമില്ല. ജസ്റ്റ് 1 ഡേ സ്റ്റേ ആണ് ഓർത്ത് പോകുന്നത്. 2nd ഡേ ഈവനിങ്ങിൽ തിരിച്ചു വരണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത്. ഇനി അവിടെ ചെന്ന് സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ട് പിന്നെ നിൽക്കാൻ തോന്നും. പിന്നെ മഞ്ഞ് ഒരു പ്രശ്നമാണ്. മഞ്ഞ് ഈവനിങ് ആകുമ്പോഴേക്കൊക്കെ കൂടും. അപ്പോൾ ആ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, പ്ലാൻ ചെയ്ത് പോകുന്ന വഴിയൊക്കെ കാണാൻ പറ്റുമോ, വീണ്ടും ഒരു ദിവസം കൂടെയൊക്കെ നിൽക്കേണ്ടി വരും, എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം 1 ഡേ സ്റ്റേ പ്ലാൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ജോലികളിലേക്കൊക്കെ പോകണം. പാക്കിംഗ് ഒന്നും ചെയ്യണം. 1-2 ജോഡി ഡ്രസ്സൊന്നും എടുത്ത് വെക്കണം. വലിയ പാക്കിംഗ് ഒന്നുമില്ല. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. രാവിലെ നേരത്തെ ഇരിക്കണം, 9 മണിക്ക് പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടെ നേരുന്നു. പിന്നെ ഈ വീഡിയോ ഒരുപക്ഷെ ഞങ്ങൾ നേപ്പാളിലൊക്കെ പോയി വന്നിട്ട് പയ്യെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ടൈം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്ന് വീഡിയോ എടുത്ത് രാവിലെ തന്നെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ടൈം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീഡിയോ വരുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുൻപുള്ള വീഡിയോസും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് നേപ്പാളിൽ പോയി വന്നു കഴിയുമ്പോൾ അത് ആദ്യം എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കാരണം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ
വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പേജ് മോണിറ്റൈസ് ആവും. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.